രണ്ടാം പിണറായി സർക്കാർ അധികാരത്തിൽ നിന്ന് പുറത്തു പോകുമ്പോൾ ഖജനാവിൽ എന്ത് ബാക്കിയുണ്ട് എന്നുകൂടി ഈ നാട് അറിയേണ്ടതുണ്ട്. കാര്യം പൂച്ച പെറ്റുകിടക്കുന്ന ഖജനാവെന്നായിരുന്നു പ്രതിപക്ഷ നേതാവായിട്ടുള്ള വി.ഡി. നുണേശന്റെ ആക്ഷേപം. അതിനാണ് ധനമന്ത്രി കെ.എൻ. ബാലഗോപാൽ ഖജനാവിൽ ഈ സർക്കാരിന്റെ കാലാവധി പൂർത്തിയാകുമ്പോൾ 4000 കോടി രൂപ മിച്ചമുണ്ടെന്ന് മാധ്യമങ്ങളെ അറിയിച്ചിരിക്കുന്നത്. ഒരു കാര്യം ആലോചിക്കുക, ക്ഷേമ പെൻഷനുകൾ മുഴുവൻ കുടിശ്ശികയില്ലാതെ കൊടുത്തു തീർത്തു. സർക്കാർ ജീവനക്കാരുടെ മുടങ്ങിക്കിടന്ന 6ഓളം DA കുടിശ്ശിക അതും പരിപൂർണമായി കൊടുത്തു തീർത്തു. ഈ മാസത്തെ ഉൾപ്പെടെയുള്ള ശമ്പളവും വിതരണം ചെയ്തു. ഇനി അവശേഷിക്കുന്നത് 4000 കോടി രൂപ. 2016 പുണ്യാളൻ മുഖ്യമന്ത്രിയായിട്ടുള്ള ഉമ്മൻചാണ്ടിയുടെ നേതൃത്വത്തിൽ സർക്കാർ അധികാരത്തിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ ഖജനാവിന്റെ അവസ്ഥയെന്ന് പറഞ്ഞാൽ കഴുകി തുടച്ച അവസ്ഥയിലായിരുന്നു. 10 നയാ പൈസ ഇല്ലാത്ത അവസ്ഥയിൽ അടുത്ത സർക്കാർ അധികാരമേറ്റെടുത്ത് നാടിന് കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ സമസ്ത മേഖലയിലും മാറ്റമുണ്ടായതിനു ശേഷം ആ സർക്കാർ കാലാവധി പൂർത്തീകരിക്കുമ്പോൾ 4000 കോടി രൂപ ഖജനാവിൽ മിച്ചമുണ്ടെന്ന് പറഞ്ഞാൽ ഇവർ ഇത്രയും കാലം ഉയർത്തിയ ആക്ഷേപങ്ങളുടെ പൊള്ളത്തരം ഒന്ന് ആലോചിച്ചു നോക്കിയേ. കേരളത്തിലെ മാധ്യമ കച്ചവടക്കാർ അഥവാ മാധ്യമ മുതലാളിമാർ സേവനത്തിന് വേണ്ടിയല്ലല്ലോ ഇത് തുറന്നു വച്ചിരിക്കുന്നത്. അവർക്കും വേണം പണം. അത് ആര് കൊടുക്കുന്നോ അവർക്ക് വേണ്ടി എന്ത് പച്ച നുണയും അല്ലെങ്കിൽ പ്രതിപക്ഷം എന്ന പേരിൽ പറയുന്ന എന്ത് വിടുവായത്തരവും ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ നാടിനെ കേൾപ്പിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ നോക്കുമ്പോൾ 2016 ഉമ്മൻചാണ്ടി സർക്കാർ പുറത്തിറങ്ങുമ്പോൾ 18 മാസത്തെ ക്ഷേമ പെൻഷൻ കുടിശ്ശികയുണ്ടായിരുന്നു. അതുപോലെ തന്നെ പല മേഖലകളിലെ ആനുകൂല്യങ്ങളും വിതരണം ചെയ്തിരുന്നില്ല. ഇതെല്ലാം ബാക്കി വെച്ച് ഖജനാവ് കഴുകി തുടച്ച് ഇറങ്ങിപ്പോകുമ്പോൾ നിങ്ങൾ തിരിച്ചൊന്ന് ആലോചിച്ചു നോക്കൂ. സകലമാന ആനുകൂല്യങ്ങളും വിതരണം ചെയ്തുകൊണ്ട് കുടിശ്ശികകൾ വെക്കാതെ, അതായത് ക്ഷേമ പെൻഷനും അത്യാവശ്യമായി വിതരണം ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം 6 മാസം മുമ്പ് പ്രഖ്യാപിച്ച വർധന ഉൾപ്പെടെയുള്ളവ 1 രൂപ പോലും കുടിശ്ശിക ആക്കാതെ അവർ കൊടുത്തു തീർത്തിട്ട് ഇറങ്ങുന്നുണ്ടെങ്കിൽ ആ ധനകാര്യ മാനേജ്മെന്റ് ഒന്ന് വിലയിരുത്തി നോക്കിയേ. ഇതായിരുന്നു ഇടതു ഭരണത്തിന്റെ സവിശേഷത. പോകുന്ന പോക്കിൽ ഖജനാവിലെ പണം 1 രൂപ പോലും അവിടെ മിച്ചം ഇരിക്കരുതെന്നല്ല, എല്ലാ ചിലവുകൾക്ക് ശേഷം മിച്ചം പിടിച്ച 4000 കോടി രൂപ അവിടെ അവശേഷിക്കുമ്പോൾ ഒരു പക്ഷേ UDF അധികാരത്തിലെങ്ങാനും വരികയാണെങ്കിൽ ആദ്യത്തെ 1 മാസം കൊണ്ട് കേരളത്തിലെ കോൺഗ്രസുകാർക്ക് കട്ടുകൊണ്ട് പോകാനുള്ള ഒരു 4000 കോടി രൂപ അവിടെ ഉണ്ട്. ഇഷ്ടക്കാർക്ക് വിളിച്ച് ഇഷ്ടം പോലെയുള്ള ചില തട്ടിക്കൂട്ട് പരിപാടികളിലൂടെ അല്ലെങ്കിൽ ഇന്ദിരാ ക്യാൻറ്റീൻ എന്ന പേരിൽ നേരത്തെ കൊച്ചിയിൽ ഇടതുപക്ഷം ആരംഭിച്ച സമൃദ്ധി ഹോട്ടലിന്റെ കിച്ചണിൽ നിന്ന് അതേപടി ആഹാരം എടുത്തുകൊണ്ടുവന്ന് സ്വന്തം സ്ഥാപനത്തിലൂടെ വിതരണം ചെയ്യുന്ന ഒരു രീതി ഉണ്ടല്ലോ, അമ്മാതിരി തട്ടിപ്പാണ് നടത്താൻ പോകുന്നതെന്ന് നാട് തിരിച്ചറിഞ്ഞോളൂ. അതുകൊണ്ട് ഒരു ഭരണ സംവിധാനത്തിന്റെ മികവ് എന്താണെന്ന് ഇറങ്ങിപ്പോകുന്ന സന്ദർഭത്തിൽ പോലും ഖജനാവിൽ വരെ ദൃശ്യമായിട്ടുണ്ടെങ്കിൽ പൂച്ച പെറ്റുകിടന്നു എന്നൊക്കെ ആക്ഷേപിക്കുന്ന ആ പരാമർശങ്ങൾ കേരളത്തിലെ മാധ്യമ മുതലാളിമാർക്ക് പണം കൊടുത്താൽ എന്ത് അലവലാതിത്തരം പ്രതിപക്ഷം വിളിച്ചു കൂവിയാലും അതിന്റെ വസ്തുത പോലും പരിഗണിക്കാതെ അതേപടി പണത്തിന്റെ ആനുകൂല്യം വെച്ച് എഴുതി പിടിപ്പിക്കുന്നവരാണെന്ന് നാട്ടുകാർ മനസ്സിലാക്കണം.